നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങളുടെയും താക്കോലായ അൽ ബഖറ ഓതാൻ എല്ലാവർക്കും പ്രയാസമാണ് അല്ലേ? ഒരുപാട് ഓതാനുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഓതാനും മടി. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിലൂടെ നിങ്ങൾക്ക് അൽ ബഖറ ഈസി ആയിട്ട് ഓതാൻ പറ്റും. നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും നല്ല റാഹത്താക്കി കിട്ടുകയും ചെയ്യും. ഇൻഷാ അല്ലാ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓതേണ്ടത്, ഏതൊക്കെ വിധത്തിലാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നിങ്ങൾക്ക് തോന്നലുണ്ടോ വീട്ടിലൊരു സമാധാനവും ഇല്ല, പൈസ ഉണ്ട് പക്ഷേ ബർക്കത്തില്ല, രാത്രി ഉറക്കം വരുന്നില്ല? കാരണം എന്താണ്? ടെൻഷനാണ്. എന്നാൽ ഒരു 5 മിനിറ്റ് ഞാനിന്ന് നിങ്ങളോട് ഒരു സൂറത്തിനെ കുറിച്ചാണ് പറയാൻ വന്നത്. ആ സൂറത്ത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. ഏതാണ് ആ സൂറത്ത്? അൽ ബഖറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൽ ബഖറ ഓതുന്ന ഒരു വീട്ടിൽ ഷെയ്ത്താൻ 3 ദിവസം കടക്കൂലാന്ന്. മുസ്ലിം എന്ന ഹദീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ അൽ ബഖറ ഓതന്റെ 40 ദിവസത്തെ ചാലഞ്ചും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. നിങ്ങൾക്ക് അല്ലാഹു തആല ഇതിലുള്ള പ്രതിഫലം നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി ഞാൻ അൽ ബഖറ ഓതിയിട്ട് ഒരു സംഭവം സംഭവിച്ച ഒരു കുടുംബത്തിന്റെ ഒരു കഥ പറയാം. എനിക്കൊരു സഹോദരനെ അറിയാം. അവളെ വീട്ടിൽ അവളും അവളുടെ ഭർത്താവും തമ്മിൽ എപ്പോഴും വഴക്കാ, എപ്പോഴും തല്ലും പിടിയും തന്നെ. മക്കളൊന്നും രാത്രി ഉറക്കില്ല മക്കൾക്ക്, വെറും കരച്ചിൽ തന്നെ. അപ്പോൾ അവളെന്ത് ചെയ്ത്, ഈ മക്കളെ കരച്ചിലും എല്ലാം കൂടെ ആയിട്ട് ഇവളൊരു ഡോക്ടറെ കൊണ്ടേ കാണിച്ചിട്ടും സൈക്രാട്ടിസ്റ്റിനെ കൊണ്ടേ കാണിച്ചിട്ടൊന്നും ഒരു പ്രശ്നങ്ങൾ തീരുന്നില്ല, മക്കളുടെ കരച്ചിലും മാറുന്നില്ല. അങ്ങനെ ഒരു ഉസ്താദ് ഈ സഹോദരിനോട് പറഞ്ഞ്, നിങ്ങളെ വീട്ടിൽ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്താണ്? നിങ്ങളെ വീട്ടിലേക്ക് അൽ ബഖറ കയറുന്നില്ല എന്ന്. അൽ ബഖറ കയറുന്നില്ല എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ബഖറ ഓതാത്തതാണ് പ്രശ്നം. സൂറത്തുൽ ബഖറ ഓതുന്ന ഒരു വീട്ടിലും ഒരു ശൈത്താനും നിൽക്കൂലാന്ന്. അപ്പം ആ വീട്ടിലൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല, എപ്പോഴും സമാധാനവും സന്തോഷവും. അങ്ങനെ ആ സഹോദരി എന്ത് ചെയ്ത് അൽ ബഖറ ഓതാൻ തുടങ്ങി. സത്യം പറയട്ടെ, 7-ാം ദിവസം ആ വീട്ടിൽ നിന്ന് ആ ഭാരങ്ങളൊക്കെ ഇറങ്ങിയെന്നു. കാരണം എന്താണ്? ബഖറ ഓതുന്നിടത്ത് ശൈത്താൻ നിൽക്കൂലാന്ന്. ഈ സിഹിറ്, കണ്ണേറ്, ജിന്നിന്റെ പ്രശ്നങ്ങൾ, ഇതിനൊക്കെ ഏറ്റവും വലിയ മരുന്നാണ് അൽ ബഖറ. നിങ്ങളെ വീട്ടിലും ഈ പ്രശ്നങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളും ഈ ചലഞ്ച് ഇന്ന് തന്നെ തുടങ്ങിക്കോളിയിരുന്നു. ഞാൻ രണ്ടാമത്തെ ഒരു അനുഭവം കൂടെ അങ്ങോട്ട് പറഞ്ഞുതരാം. രണ്ടാമത്തെ കാര്യം റിസ്കിൻ്റെ കേട്ടോ. എനിക്കൊരു അറിയുന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അവർക്ക് ലക്ഷങ്ങൾ വരുമാനം ഉണ്ട് കേട്ടോ. പക്ഷേ എന്താ, ലക്ഷങ്ങൾ വരുമാനം ഉണ്ടായിട്ടും അവർ വരുമാനത്തിൽ ഒരു ബർക്കത്ത് വരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങളൊന്ന് അൽ ബഖറ ഓതി വെക്ക്. എനിക്കൊരു സഹോദരിൻ്റെ അനുഭവമുള്ള കാര്യമാണ്. അപ്പോൾ പറയാണ്, എനിക്ക് അൽ ബഖറ ഓതാനുള്ള ടൈമില്ലാന്ന്. അപ്പോൾ ഞാൻ ഈ ട്രിക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അവരും അൽ ബഖറ ഓതാൻ തുടങ്ങി. മാഷാ അല്ലാ, അവർ 40 ദിവസത്തെ ചാലഞ്ച് ഏറ്റെടുത്ത്. എന്നിട്ട് എന്നെ ഫോൺ വിളിച്ചിരുന്നു. ഒരു പറഞ്ഞു എനിക്ക് അവർക്ക് വിചാരിക്കാത്ത രീതിയിലുള്ള ഡീല് ശരിയായി. മാഷാ അല്ലാ, സുബ്ഹാനല്ലാ. അങ്ങനെ എല്ലാവരും പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരൊക്കെ നന്നാവണം. അപ്പോൾ അൽ ബഖറ ചാലഞ്ച് നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. അപ്പോൾ ഏത് വിധത്തിലാണ് നമുക്ക് ചാലഞ്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ഖുർആൻ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ ബർക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഇറക്കിത്തരും. മൂന്നാമതൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു സംഭവം, അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കരയും തീർച്ചയായിട്ടും. ഖിയാമത്ത് നാൾ ദിവസം എല്ലാവരും പേടിച്ചിരിക്കുന്ന സമയമായിരിക്കും അല്ലേ? ആ സമയത്ത് 2 വലിയ മേഘം ഇറങ്ങി വരും, അല്ലെങ്കിൽ 2 കൂട്ടം പക്ഷികൾ ഇറങ്ങി വരും. അവരാരാന്നറിയോ? സൂറത്ത് അൽ ബഖറയും ആല ഇമ്രാനും. അവരിറങ്ങി വരും, അല്ലാഹു തആലയോട് പറയും, അല്ലാഹുവേ, ഇവരെന്നെ ഓതിയവരാ, ഇവരെ നീ സംരക്ഷിക്കുന്നു. ഖുർആൻ ഓതുന്നവർക്ക് വേണ്ടി അവർ വാദിക്കുന്നു. ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യം നമുക്കുണ്ടോ ലൈഫിൽ? അതുപോലെ തന്നെ ഹൃദയത്തിന് വിഷമമുള്ളവർ, ഹൃദയത്തിന് പല ബുദ്ധിമുട്ടുമുള്ളവർ, ഡിപ്രഷൻ, ആങ്സൈറ്റി, ഡോക്ടർമാർ മരുന്ന് തന്നിട്ടും ഒരു മാറ്റവും ഇല്ലെങ്കിൽ അൽ ബഖറ സൂറത്ത് ഓതുക. ഇന്ന് തന്നെ തുടങ്ങുക. ഒരു ദിവസം ഒറ്റ പേജായാലും നിങ്ങൾ 40 ദിവസത്തെ ചാലഞ്ച് നിങ്ങൾ ഏറ്റെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മറികടക്കും. അപ്പോൾ സിമ്പിളായിട്ട് എങ്ങനെ അൽ ബഖറ ഓതാന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അൽ ബഖറ ഓതുന്നതിന് മുമ്പ് നിങ്ങൾ ഈ 4 ടിപ്സ് ഓർത്ത് വെക്കണം. ഒന്നാമത്തെ നിയ്യത്ത്. ഇത് അല്ലാഹുവേ, നിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട്, വീട്ടിലെ ബർക്കത്തിന് വേണ്ടിയിട്ട് ഓതുന്നു എന്ന് നിയ്യത്ത് വെക്കുക. രണ്ടാമത്തത്, ഉളുവോടുകൂടി ഇരുന്ന് ഓതുന്നത് നല്ല സവാബ് കിട്ടും കൂടുതൽ. മനസ്സിലായില്ലേ? പിന്നെ തർജ്ജമ നോക്കിയിട്ട് മീനിങ് മനസ്സിലാക്കിയിട്ട് ഓതുക. അപ്പോൾ ഹൃദയത്തിന് നല്ല തണുപ്പ് കിട്ടും. നാലാമത്തത്, അവസാനത്തെ 2 ആയത്തുണ്ടല്ലോ, ആമന റസൂല്, ഇത് ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ദിവസവും പതിവാക്കുക. ഭയങ്കര സംരക്ഷണമായിരിക്കും നമുക്ക്. നിങ്ങളൊരു കാര്യം ഓർക്കണം, ഒറ്റ ദിവസം കൊണ്ട് ഇത് തീർക്കണം എന്ന് നിർബന്ധമില്ല. 3 ദിവസം കൊണ്ടോ 7 ദിവസം കൊണ്ടോ ആയാലും മതി. അപ്പോൾ പ്രധാനം തുടർച്ചയായിട്ട് ഓതുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എന്താ അറിയോ? അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടം തുടർച്ചയായിട്ട് ചെയ്യുന്ന ചെറിയ അമലുകളാണെന്ന്.
ആദ്യം നമുക്ക് നിസ്കാരത്തെ 5ആയിട്ട് ഭാഗിക്കാം. 5 വഖത്ത് നിസ്കാരം. ആ നിസ്കാരത്തിൽ നമ്മൾ സൂറത്തുൽ ബഖറ ഉള്ളത് 48 പേജാണ്. അപ്പം നമ്മൾ സുബഹി നിസ്കാരത്തിൽ എന്ത് ചെയ്യുക, അൽ ബഖറ 10 പേജ് ഓതുക. ളുഹർ നമസ്കാരത്തിലും 10 പേജ്, അസ്ർ നമസ്കാരത്തിലും എന്ത് ചെയ്യുക, 10 പേജ്. പിന്നെ നമ്മൾ മഗ്‌രിബ് നമസ്കാരം വരുമ്പോൾ നമുക്ക് 9 പേജ് ഓതുക. പിന്നെ ഇശാ നിസ്കാരം വരുമ്പോൾ 9 പേജ്. അപ്പോൾ കണ്ടോ, ഓരോ നിസ്കാരത്തിൽ നമ്മൾ ഒരു 10-15 മിനിറ്റ് ഇരുന്നാൽ മതി. ഇഷാ നിസ്കാരം ആകുമ്പോഴത്തേനും ഇൻഷാ അല്ലാ അൽ ബക്കറ കംപ്ലീറ്റ് ആയി. സുബ്ഹാനല്ലാ മക്കളെ, അപ്പോൾ ദിവസം നമുക്ക് അൽ ബക്കറ സൂറത്ത് ഓതാനും പറ്റും, വീട്ടിലുള്ള പ്രശ്നങ്ങളും മാറിക്കിട്ടും. അപ്പോൾ ഫസ്റ്റ് ട്രിക്ക് സിമ്പിൾ ഇതാണ് ട്രിക്ക്. ഓക്കെ. പിന്നെ രണ്ടാമത്തെ ട്രിക്ക്, തീരെ സമയം കിട്ടാത്തവർ എന്ത് ചെയ്യുക, രാവിലെ എണീക്കുമ്പോൾ 20 പേജ് ഓതുക. ഉച്ചയ്ക്ക് ശേഷം 20 പേജ് ഓതുക. ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 8 പേജും കൂടെ ഓതുക. അപ്പം അങ്ങനെ എന്ത് ചെയ്യും, അവർക്ക് സമയമില്ലാത്തവർക്ക് അങ്ങനെ ഓതി തീർക്കാവുന്നതാണ്. ഇടയ്ക്ക് എന്ത് ചെയ്യുക, വെള്ളം കുടിക്കുക, അടുക്ക അള്ളാഹു താലയോട് മനസ്സമാധാനമായിട്ട് പ്രാർത്ഥിക്കുക. അപ്പം തന്നെ നമുക്ക് എന്താക്കും, പെട്ടെന്ന് എല്ലാം ചെയ്യാൻ പറ്റും. നമുക്ക് മടിയും ഉണ്ടാവില്ല. ഒരു ദിവസം തന്നെ നമുക്ക് അൽ ബഖറ ഓതി തീർക്കുകയും ചെയ്യാം. പിന്നെ അപ്പോൾ അടുക്കളയിൽ നല്ല ജോലി തിരക്കുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, അൽ ബഖറ സൂറത്ത് വീട്ടിൽ അടുക്കള ഭാഗത്തൊക്കെ എന്താക്കി ഓപ്പൺ ആക്കി വെക്കുക, സൂറത്ത് ഇങ്ങനെ കേൾക്കുക. പിന്നെ എന്താ ചെയ്യുക, നമ്മൾ ഓതുന്ന സമയത്ത് തന്നെ അൽ ബഖറ വെച്ചുകൊണ്ട് ഖുർആൻ തുറന്നുകൊണ്ട് അൽ ബഖറ കേട്ടുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് നമുക്കിങ്ങനെ ഓതിയെടുക്കാവുന്നതാണ്. അതും സിമ്പിളായിട്ടുള്ള ട്രിക്കാണ്, എളുപ്പത്തിൽ കഴിയുകയും ചെയ്യും. മനസ്സിലായില്ല? മനസ്സുകൊണ്ട് ഇങ്ങനെ കരുതിയാൽ മതി. ഓതാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും അപ്പോൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് നമുക്കിങ്ങനെ കണ്ണുകൊണ്ട് നമ്മളിങ്ങനെ പോകാനല്ലോ, അപ്പോൾ കേൾക്കുന്നതനുസരിച്ച് നമുക്ക് പെട്ടെന്ന് അൽ ബഖറ സൂറത്ത് ഓതാനും പറ്റും. അപ്പോൾ നിങ്ങൾ ഈ 3 സിമ്പിൾ ട്രിക്കുകളും 45 ദിവസം ഈ ചലഞ്ച് ഏറ്റെടുക്കുക. നിങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളും ഇൻഷാ അല്ലാഹ് അള്ളാഹു താല തീർത്തു തരും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലുമൊക്കെ നന്നായി പോട്ടടോ, നമ്മൾക്ക് ചെറിയൊരു ജീവിതമോ എപ്പോഴാണ് മരണപ്പെട്ടു പോകാമെന്ന് പറയാൻ പറ്റില്ല. മറ്റുള്ളവർ നന്നാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകളും ആരാധനകളും സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ.